ഇത്തവണയും മുനീർ മാഷ് കലോത്സവ നഗരിയിൽ എത്തിയിട്ടുണ്ട്. ഇത്തവണ 121 കുട്ടികളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ കേരളത്തിലെ 7 ജില്ലകളിൽ നിന്നുമായി 121 കുട്ടികൾ. മാഷിനും കുട്ടികൾക്കും ഒരുപാട് പറയാനുണ്ട്, നമുക്ക് കേൾക്കാം. പക്ഷേ ഈ 121 കുട്ടികളായിട്ടാണ് വന്നത്. ആദ്യം ആ കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന്റെ വിശേഷങ്ങളെ കുറിച്ച് പറ. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് സബ് ജില്ല മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഓരോ ഐറ്റവും സ്റ്റേറ്റിലെത്താൻ വേണ്ടിയിട്ട് കുട്ടികളും അവരൊപ്പം ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അവരെല്ലാവരും കൂടെ ഒരുപാട് കഷ്ടപ്പെട്ട് സബ് ജില്ല കിട്ടണം. പിന്നെ എന്ന് പറയുമ്പോൾ എനിക്കൊരു നിർബന്ധം എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച എങ്ങനെയെങ്കിലും ആ മക്കളെ സ്റ്റേറ്റിലെത്തിക്കണം എന്നുള്ള ഒരു പിടിവാശിയുണ്ട്. അത് ആരോട് മത്സരിക്കാനും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെ കുട്ടികൾ നമ്മളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കത് വിജയത്തിലെത്തിക്കാൻ പറ്റും എന്നുള്ള 100% ആത്മവിശ്വാസം, പിന്നെ ദൈവാനുഗ്രഹം അത് ഏറ്റവും മുമ്പിൽ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അല്ല, എനിക്ക് ഇത്രയും കുട്ടികളെയും കൊണ്ട്, അതായത് ഈ ഒരു കലാമേഖലയിൽ ആർക്കും അതിൻ്റെ മുകളിലേക്ക് വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം 150 കുട്ടികൾ മാം അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം 121 ആവാൻ കാരണം മറ്റ് കലോത്സവങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു. അതായത് മെഡിക്കൽ കലോത്സവങ്ങൾ, അതുപോലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് ടീം കുറച്ചു സ്കൂൾ കലോത്സവത്തിൽ നിന്ന്. അപ്പോൾ അതൊക്കെ എനിക്ക് സ്റ്റേറ്റ്, അതായത് ഇൻ്റർ സോൺ വരെ 1ാം സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതാണ് നമ്മളിപ്പം വന്ന 121. അത് പഠിപ്പിച്ച മിക്ക ജില്ലകളിലും 1ാം സ്ഥാനത്തോടു കൂടെ സ്റ്റേറ്റിൽ വരാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ ഇപ്പം ഈ 121 എന്ന് പറയുന്നതും ചെറിയ സംഖ്യ അല്ല. ഇത്രയും കുട്ടികൾ ഒരൊറ്റ ഋതത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു മാജിക് എങ്ങനെയാണ്? അത് ബാക്കി ഇവർ അല്ല, എന്നാലും മാഷ് എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത്? എനിക്ക് കാരണം നമ്മളൊരു ടീമിനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്ത് കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. കാരണം എൻ്റെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ ഒരു പോരായ്മ കൊണ്ട് ഞാൻ എന്തെങ്കിലും സോഴ്സ് അതിനെ കണ്ടെത്തും. എങ്ങനെ ആ കുട്ടികളെ വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റെടുത്ത 100% ആ കുട്ടികളെ കൂടെ നിന്നുകൊണ്ട് അവരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട്, ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ടീമിനെ ഏറ്റെടുക്കുള്ളൂ. ഇപ്പം 7 ജില്ലയാണ്, അതും പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നതാണ്. അതെ. ഈ ഓട്ടം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? വണ്ടിയും, ബസ്, ട്രെയിൻ. ഉറക്കമൊക്കെ കിട്ടാറുണ്ടോ? ബസ്സിൽ ഉറങ്ങും, രാവിലെ പഠിപ്പിക്കും, അല്ലെ ട്രെയിനിൽ ഉറങ്ങും, രാവിലെ പഠിപ്പിക്കും. അങ്ങനെയൊന്നും ബുദ്ധിമുട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ ഒരു പാഷനും കൂടിയാണ് ഈ ഒരു കല. കാരണം ജീവിതത്തിൻ്റെ കൂടെ തന്നെ ഞാനൊരു പാഷനായിട്ടും ഈ കലേനെ കാണുന്നുണ്ട്. കാരണം എനിക്കത് സന്തോഷമാണ്. യാത്ര ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കലോത്സവത്തിലൂടെ വന്ന ഒരാളാണ്. അല്ലാതെ പെട്ടെന്നൊരു ആർട്ടിസ്റ്റായിട്ട് പഠിപ്പിക്കാൻ ഇറങ്ങിയല്ല. 5ാം ക്ലാസ് മുതൽ കലോത്സവ വേദികളിൽ മത്സരിച്ചിട്ട് ആ മത്സരത്തിൻ്റെ എന്താ പറയുക, പല വശങ്ങളും മനസ്സിലാക്കിയിട്ട് വിധി നിർണയത്തിലായാലും ഇനി അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ മനസ്സിലാക്കി വന്ന ഒരു ആർട്ടിസ്റ്റാണ്. കാരണം അത് എൻ്റെ കുട്ടികൾക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് അതും കൂടെ കിട്ടുമ്പോൾ അവരെ ഒന്നുകൂടെ ഭംഗിയായിട്ട്. എന്താണ് മാഷ് ഈ പ്രാക്ടീസ് സമയത്താണെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴാണ് പ്രധാനമായിട്ട് ഇവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? കുട്ടികൾക്ക് മെസ്സേജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ കുട്ടികളെ എന്നിൽ അടുപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഗുരു ശിഷ്യന്മാരെന്നുള്ള ഒരു ബന്ധം, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പം എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പാട്ടവും കാര്യങ്ങളൊക്കെ എടുക്കും. അതിൻ്റെ എല്ലാ സാഹിത്യങ്ങളും എല്ലാം എൻ്റെ കുട്ടികളെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഐറ്റത്തിലോട്ടേക്ക് പോകുന്നത്. അവർക്ക് ഇപ്പം ഒരു മുസ്ലിം കുട്ടികളാവണമെന്നില്ല. ഇതൊന്നും എൻ്റെ മുസ്ലിം കുട്ടികളല്ല. അതാണ് ഒപ്പന വേഷത്തിൽ നിൽക്കുന്ന ഇതെല്ലാം ഒപ്പനയോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനസ്സോട് ചേർത്ത് നിർത്തുന്ന കുട്ടികളാണ് ഈ നിൽക്കുന്നത്. അപ്പം അവരോടെല്ലാം പറഞ്ഞു. അപ്പോൾ ഇപ്പം എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കുകയാണ് ഇവർ, മാഷേ ഞങ്ങൾ ലാസ്റ്റ് ഇയർ ആണ്, +1 +2 ആണ്. അപ്പോൾ അവർ ആ സങ്കടം ഞാനുമായിട്ട് പങ്കിടാറുണ്ട്. ഈ ഒരു ടീമിന് എത്ര നാണ് ഏകദേശം ഒരു ആവറേജ് ടൈം കൊടുക്കുന്നത്? ആവറേജ് ടൈം മീൻസ് ഒരു ജൂൺ മുതൽ നമ്മുടെ സബ് ജില്ലാ കലോത്സവം സെപ്റ്റംബർ, ഒക്ടോബർ അതുവരെ ഒരു 4 മാസത്തെ പ്രാക്ടീസ്.
2 വർഷമായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് മാഷ്. ഈ 2 വർഷമായിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് മാഷ് തന്നിട്ടുള്ളത്. 2 വർഷമായിട്ട് ഞങ്ങളെ സ്റ്റേറ്റ് കലോത്സവത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനായിട്ട് കലോത്സവം, അതായത് ഒപ്പന എന്താണെന്ന് അറിയാത്ത ഞങ്ങളെ ആണ് മാഷ് സെലക്ട് ചെയ്ത് മാഷിൻ്റെ കൂടെ ഞങ്ങൾ നിന്ന് ഇത്രയും ഞങ്ങൾ പഠിച്ചെടുത്തു. സ്റ്റേറ്റ് ലെവൽ വരെ ഞങ്ങൾ എത്തി. അതിന് മാഷിനോട് നന്ദി. പിന്നെന്താ, എക്സ്പീരിയൻസ് പറഞ്ഞാൽ അടിപൊളി, പറയാൻ പറ്റാത്ത വലിയ എക്സ്പീരിയൻസ് ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാണ് മാഷായിട്ടുള്ളൊരു കണക്ഷൻ പറയുകയാണെങ്കിൽ? നല്ല അടിപൊളിയാണ്. ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വഴക്ക് പറയാറുണ്ടോ മാഷ് പറഞ്ഞതുപോലെ? നിങ്ങൾ അതൊക്കെ ഉണ്ട്, പക്ഷെ അത് വലിയ വഴക്കായിട്ട് അങ്ങനൊന്നും അല്ല, സ്നേഹത്തോടെ തന്നെ.